ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ടീച്ചർ പരിചയമില്ലേ നിങ്ങൾക്ക്? ടീച്ചറുടെ പേര് വിഷ്ണുമായ എന്നാണ്. അപ്പോൾ ഈ ഒരു അക്കാഡമിക് ഇയറിൽ മക്കളുടെ കൂടെ ടീച്ചർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ മലയാളമാണ് വിഷയം എന്ന് മക്കൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് രണ്ട് മലയാളമുണ്ട്. രണ്ട് മലയാളം എന്ന് പറയുമ്പോൾ മലയാളം ഫസ്റ്റും മലയാളം സെക്കൻഡും അല്ലെ, കേരള പാഠാവലിയും അടിസ്ഥാന പാഠാവലിയുമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടിസ്ഥാന പാഠാവലിയെ കുറിച്ചാണ്. അതായത് എന്തൊക്കെയാണ് നമുക്ക് മലയാളം സെക്കൻഡിൽ പഠിക്കാനുള്ളത് അല്ലെ, ഏതൊക്കെ പാഠങ്ങളുണ്ട്, എന്തൊക്കെയാണ് ചോദ്യങ്ങൾ വരിക, അങ്ങനെ കുറേ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? പേടിയുണ്ടോ പരീക്ഷയെക്കുറിച്ച് ആലോചിച്ചിട്ട്? ഇനി വളരെ കുറച്ച് ദിവസങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്കുള്ളത് അല്ലെ. ടെൻഷൻ ഉണ്ടോ? എന്തിനപ്പോൾ ടെൻഷൻ അടിക്കുന്നില്ലേ? ടെൻഷൻ അടിച്ചിട്ട് ഇപ്പം എന്താ കാര്യം? ആ സമയം കൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ എന്ത് ചെയ്യും? നമുക്ക് അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പോൾ പാറ്റേണുകൾ മാറി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ നമ്മളെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ നമ്മളുടെ ചുറ്റുമുണ്ട്. അതൊന്നും കാര്യമാക്കണ്ട. നമ്മൾ അടിപൊളിയായിട്ട് പാഠങ്ങളൊക്കെ അടിപൊളിയായിട്ട് പഠിച്ചു പോയാൽ എന്ത് പാറ്റേൺ മാറിയാൽ എന്താണ് ഇപ്പോൾ കുഴപ്പം അല്ലേ? നമ്മൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതുമെന്ന് പറയുന്ന ഒരു കോൺഫിഡൻസിലേക്ക് നമുക്ക് മാറേണ്ടതുണ്ട്. അപ്പം നമുക്ക് അതിനാദ്യം ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യം തന്നെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ അടിച്ചുപൊളിയായിട്ട് പഠിച്ച് അവിടെ വെക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് എന്തൊക്കെയാണ് മലയാള സെക്കൻഡിൽ നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും പെർട്ടിക്കുലർ പാഠഭാഗങ്ങൾ മാത്രമായിട്ടുള്ള വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ കമന്റ് ചെയ്യണം. ഏതാണ് പ്രധാനപ്പെട്ട പാഠമായിട്ട് വേണ്ടത്, ഏത് വീഡിയോ വേണ്ടത്, ഗ്രാമർ ഭാഗങ്ങൾ വേണോ എന്നൊക്കെയുള്ള നിങ്ങൾ കമന്റ് ചെയ്യുക ഈ വീഡിയോയുടെ താഴെ കേട്ടോ. ടീച്ചർ പുതിയ വീഡിയോസും ഒക്കെ ചെയ്തു തരുന്നതായിരിക്കും. അപ്പം നമുക്ക് ഈ ഒരു അക്കാഡമിക് ഇയറിൽ 3 യൂണിറ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. 3 യൂണിറ്റിലുമായിട്ട് 9 പാഠഭാഗങ്ങളുണ്ട്. അപ്പോൾ ആദ്യത്തെ യൂണിറ്റിന്റെ പേര് നടക്കും തോറും തെളിയും വഴികൾ എന്നുള്ളതാണ്. ശാന്തിനികേതനം എന്നതാണ് ഇതിലെ ആദ്യത്തെ പാഠഭാഗം. എഴുതിയിരിക്കുന്നത് ആരാന്നറിയാമോ? എസ്.കെ. പൊറ്റക്കാടാണ് അല്ലെ. അപ്പോൾ സഞ്ചാര സാഹിത്യത്തെക്കുറിച്ചുള്ള യാത്രകളെ കുറിച്ചുള്ള ഒരു യൂണിറ്റാണ് ആദ്യത്തെ യൂണിറ്റ്. നല്ല രസമുള്ള ഒരു യൂണിറ്റാണ് അല്ലെ. നിങ്ങൾ ഓൾറെഡി പഠിച്ചു കാണുമല്ലോ. ഓക്കെ, അപ്പോൾ എസ്.കെ. പൊറ്റക്കാട് എഴുതിയിരിക്കുന്ന ഒരു സഞ്ചാര സാഹിത്യം യാത്രാ വിവരണ കൃതിയാണ് ശാന്തിനികേതനം എന്ന് പറയുന്ന നമ്മളുടെ ആദ്യത്തെ പാഠഭാഗം. രണ്ടാമത്തത് വീരാൻകുട്ടി മാഷിന്റെ സ്മാരകം എന്ന് പറയുന്ന ഒരു കവിതയാണ്. വളരെ മനോഹരമായ ഒരു കവിതയാണ്. 3 മണൽ കൂനകൾക്കിടയിലൂടെ എന്ന് പറയുന്ന ഒരു നോവലാണ്. ഏത് നോവലാണ്? ആടുജീവിതം എന്ന് പറയുന്ന ബെന്യാമിന്റെ നോവലിലുള്ള ഒരു ഭാഗമാണ് മണൽ കൂനകൾക്കിടയിലൂടെ എന്ന് പറയുന്ന നമ്മളുടെ 3ാമത്തെ പാഠഭാഗം. അപ്പൊ ഇത്രയുമാണ് 1ാമത്തെ യൂണിറ്റ്. 2ാമത്തെ യൂണിറ്റ് പദം പദം ഉറച്ചു നാം എന്നതാണ് 2ാമത്തെ യൂണിറ്റ്. ഇതിലും 3 പാഠങ്ങളാണ്. വംശം എന്ന് പറയുന്ന വിജയലക്ഷ്മി ടീച്ചറുടെ ഒരു കവിതയുണ്ട്. ധയ എന്ന് പറയുന്ന ഒരു തിരക്കഥയാണ്. നമ്മുടെ എം ടി വാസുദേവൻ നായർ എഴുതിയിരിക്കുന്ന ഒരു തിരക്കഥയാണ്. തഥാഗത അഷിത എഴുതിയ ഒരു കഥയാണ്. ഇത്രയുമാണ് 2ാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. 3ാമത്തത് ആരോഗ്യത്തിന്റെ രസക്കൂട്ടുകൾ എന്ന് പറയുന്ന യൂണിറ്റാണ്. അതിൽ 3 പാഠഭാഗങ്ങളുണ്ട്. അല്പമല്ല ഭുജിക്കുന്നു, കിട്ടുമാവൻ, ഭക്ഷണവും ആരോഗ്യവും. ഇങ്ങനെ 3 പാഠഭാഗങ്ങളാണ് 3ാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് നേരെ 1ാമത്തെ യൂണിറ്റിലേക്ക് പോയാലോ? ടീച്ചർ പറഞ്ഞതുപോലെ ആദ്യത്തെ ഒരു യാത്രാ വിവരണമാണ്. എസ്.കെ. പൊറ്റക്കാട് എഴുതിയിരിക്കുന്ന ശാന്തിനികേതനം. അതേപോലെ 2ാമത്തത് ഒരു അപ്പൂപ്പൻ താടിയുടെ യാത്രയെ കുറിച്ചാണ് പറയുന്നത്. വീരാൻകുട്ടി മാഷിന്റെ കവിതയാണ്. ബെന്യാമിൻ എഴുതിയ ആടുജീവിതം. അതാണ് മണൽക്കൂനകൾക്കിടയിലൂടെ എന്ന് പറയുന്ന പാഠഭാഗം. ഓക്കെ ആണോ? സെറ്റാണോ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് ഈ യൂണിറ്റിന്റെ പ്രവേശകമായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് സുജാതാ ദേവി എഴുതിയ കാടുകളുടെ താളം തേടി എന്ന് പറയുന്ന ഒരു കൃതിയുടെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു കൃതിയിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്ന്, പ്രവേശകത്തിൽ പറയുന്നത് നമുക്ക് നോക്കാം. സുജാത ദേവി നമ്മുടെ സുഗതകുമാരി ടീച്ചർ ഉണ്ടല്ലോ, മലയാളത്തിലെ വളരെ പ്രസക്തിയായിട്ടുള്ള കവിയിത്രിയാണ്. സുഗതകുമാരി ടീച്ചറുടെ സഹോദരിയാണ്. അതുപോലെ ബോധേശ്വരൻ, സ്വാതന്ത്ര്യ സമര സേനാനിയും കവിയും ഒക്കെ ആയിട്ടുള്ള ബോധേശ്വരൻ എന്ന് പറയുന്ന ആളുടെ മകള് കൂടെയാണ്. ഓക്കെ, അപ്പൊ സുജാത ദേവി കത്തിൽ വിവരിക്കുന്ന എന്താണ്? അവര് ചെയ്തിരിക്കുന്ന യാത്ര അല്ലെ, അവര് ഹിമാലയത്തിലേക്ക് ചെയ്തിരിക്കുന്ന യാത്രയെ കുറിച്ചാണ് അവർ പറയുന്നത്. അപ്പൊ ആ യാത്ര നൽകിയ അനുഭവങ്ങളെ കുറിച്ച്, അനുഭൂതികളെ കുറിച്ചാണ് പറയുന്നത്. 12 വർഷത്തെ സാധാരണ ജീവിതത്തിൽ നിന്നും ലഭിക്കാത്ത അനുഭവങ്ങളാണ് 2 മാസത്തെ യാത്രയിൽ നിന്ന് ലഭിച്ചെന്ന് അവര് ഈ ഒരു എന്താണ് നമ്മളുടെ ഒരു ലേഖനത്തിൽ അല്ലെങ്കിൽ കത്തിന്റെ രൂപത്തിലുള്ള യാത്രാ വിവരണത്തിൽ എന്ത് ചെയ്യാണ് അവര് പറയുന്നുണ്ട്. ഓക്കെ, അതേപോലെ ജീവിതത്തിന്റെ പല മുഖങ്ങൾ എന്താണ്? ജീവിതത്തിന്റെ പല മുഖങ്ങൾ. ഇപ്പം വഴിവക്കിലെ ചായക്കടയിൽ അല്ലെ, പീടികത്തെണ്ണയിലും ചായക്കടയിലും അന്തി ഉറങ്ങാൻ കഴിഞ്ഞു. അതേപോലെ അപരിചിതരുടെ സൈക്കിളിന്റെ പുറകിലും ലോറിയിലും ഒക്കെ കയറി യാത്ര ചെയ്യാൻ സാധിച്ചു. രോഗങ്ങളെ ചെറുക്കാൻ സാധിച്ചു. സ്വന്തം ഭാരം സ്വയം ചുമക്കാൻ പഠിച്ചു അല്ലെ, തനിച്ചിരിക്കാൻ. ഇങ്ങനെ ഒരുപാട് പ്രായോഗിക
ഭൗതിക ജീവിതങ്ങൾ എന്ത് ചെയ്യാണ് അവർ പഠിക്കുകയാണ്. അതുപോലെ കാടിനുള്ളിലെ ജീവിതം വളരെ വ്യത്യസ്തമാണെന്ന് തിരിച്ചറിയുന്നു. അത് സുഖകരമായിട്ടുള്ള അനുഭൂതിയാണെന്ന് തിരിച്ചറിയുന്നു. അതൊക്കെ താൻ അനുഭവിച്ചൊക്കെ ഒരു കവിതയായി എഴുതാൻ സാധിച്ചാൽ തൻ്റെ ജീവിതം ധന്യമായി എന്ന് തന്നെ അവർ പറയുന്നുണ്ട് അല്ലെ. അന്യരായ മനുഷ്യരുമായി ഇടപഴകിയപ്പോൾ അവരുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങൾ എന്താ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ, അവരുടെ ജീവിതം തൻ്റെതായി കൂടെ മാറുകയാണെന്ന് എഴുത്തുകാരി പറയുന്നു. കണ്ണീരും നോവും ചിരിയും ഒക്കെ കലർന്ന ആ കഥകള് അത്ര പ്രാധാന്യമുള്ളതാണ് അല്ലെ. അപ്പൊ ഹിമാലയൻ തന്നതൊക്കെ നിധി കുംഭങ്ങളാണ്. അത്ര നിധി അല്ലെ, നിധി എന്ന് വെച്ചാൽ എത്ര പ്രഷ്യസ് ആണെന്നാണ്. അപ്പൊ ഈ യാത്രയിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന അറിവുകള് അല്ലെങ്കിൽ അനുഭവങ്ങളൊക്കെ എന്താണ് അത്ര ബ്യൂട്ടിഫുൾ ആയ അത്ര പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് പറയുന്നത്. അറിവിന്റെയും അനുഭൂതിയുടെയും പുതിയൊരു ലോകമാണ് എന്ത് ചെയ്തത് ആ യാത്ര തുറന്നിട്ടതെന്ന് പറയാണ്. അപ്പൊ അത്രയുമാണ് കാടുകളുടെ താളം തേടി അല്ലെ. ഒരു ആ ചെയ്ത യാത്രയുടെ അനുഭവങ്ങൾ കത്തിന്റെ രൂപത്തിൽ ആർക്ക് എഴുതിയതാണ്? സുഗതകുമാരി ടീച്ചർക്ക് എഴുതിയതാണ് കേട്ടോ. സഹോദരിക്ക് എഴുതിയതാണ്. സുജാത ദേവി തന്റെ ചേച്ചിയായിട്ടുള്ള സുഗതകുമാരി ടീച്ചർക്ക് എഴുതിയിട്ടിരിക്കുന്ന കത്താണ് ഇത്. കത്തിന്റെ രൂപത്തിലുള്ള ഒരു യാത്രാ വിവരണമാണ് ആദ്യത്തെ നമ്മളുടെ പാഠഭാഗം, ആദ്യത്തെ നമ്മുടെ പ്രവേശകത്തിൽ തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ശാന്തിനികേതനം എന്ന് പറയുന്ന എസ് കെ പൊറ്റക്കാടിന്റെ യാത്രാ വിവരണ കൃതിയാണ് നമ്മളുടെ ഒന്നാമത്തെ പാഠഭാഗം. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അപ്പോൾ ടാഗോർ അല്ലെ, നമുക്കറിയാം രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ചിട്ടുള്ള ശാന്തിനികേതനം എന്ന് പറയുന്നത് വലിയൊരു സാംസ്കാരിക കേന്ദ്രമാണ് അല്ലെ. അപ്പോൾ ആ ശാന്തിനികേതനം കാണാൻ വേണ്ടി എസ് കെ പൊറ്റക്കാട് പോവുകയാണ്. അങ്ങനെ പോകുന്ന എസ് കെ പൊറ്റക്കാടിന്റെ അനുഭവങ്ങൾ എഴുതിയിരിക്കുന്ന കൃതിയാണ് സഞ്ചരിക്കുന്ന ദീപശിഖ. ഈ യാത്രാവിവരണ ഗ്രന്ഥത്തിന്റെ ഒരു ഭാഗമാണ് ശാന്തിനികേതനം എന്ന പാഠഭാഗം. ഇപ്പൊ എസ് കെ പൊറ്റക്കാടിന് നമുക്കറിയാലോ, നമ്മളെ ഇന്നത്തെ പോലെയുള്ള യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്നൊരു കാലത്ത്. ഇന്ന് നമുക്ക് ബ്ലോഗുകളുണ്ട് അല്ലെ, പല പല ആളുകൾ അല്ലെ സഞ്ചാര സാഹിത്യം എന്താ പറയാ വിഷ്വലായിട്ടും എഴുത്തായിട്ടും ഒക്കെ അവതരിപ്പിക്കുന്ന പുതിയ പുതിയ നൂതന വിദ്യകളൊക്കെ ഉണ്ട്. പക്ഷെ ഇല്ലെങ്കിൽ നമുക്ക് സഞ്ചരിക്കാം അല്ലെ, പല സ്ഥലത്ത് നമുക്ക് പോകാം. ഇതൊന്നും സാധ്യമല്ലാത്തിരുന്ന ഒരു കാലത്ത് ഈ എസ് കെ പൊറ്റക്കാടിനെ പോലെയുള്ള ആളുകളുടെ സഞ്ചാര സാഹിത്യ കൃതികളിലൂടെയാണ് നമ്മൾ സാധാരണക്കാരായ ആളുകൾ എന്ത് ചെയ്തിട്ടുള്ളത് യാത്രകൾ അല്ലെങ്കിൽ പല ഇടങ്ങളോ ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നത് ഇവരുടെയൊക്കെ കൃതികളിലൂടെയാണ്. അപ്പൊ അക്ഷരങ്ങളിലൂടെ മലയാളികൾക്ക് ഇത്തരത്തിലുള്ള അനുഭവ ലോകത്തെ സമ്മാനിച്ചിട്ടുള്ള ഒരാളാണ് ആര്? എസ് കെ പൊറ്റക്കാട് കേട്ടോ. അദ്ദേഹം ചെറുകഥാകൃത്താണ്, നോവലിസ്റ്റ് ആണ്. കോഴിക്കോട് നഗരത്തിനടുത്തുള്ള പുതിയറ എന്ന് പറയുന്ന സ്ഥലത്ത് 1913 അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ഒരുപാട് കൃതികൾ അല്ലെ, ഒരുപാട് നോവലുകൾ, മൂടുപടം, വിഷകന്യക, പ്രേമശിക്ഷ, തെരുവിന്റെ കഥ, ദേശത്തിന്റെ കഥ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ നോവലുകളാണ്. 1938 മുതലാണ് അദ്ദേഹം യാത്രാ വിവരണങ്ങൾ എഴുതി തുടങ്ങിയത്. കാപ്പിരികളുടെ നാട്ടില്, ബാലിദ്വീപ്, കേരോ കത്തുകള്, നൈൽ ഡയറി, പാതിരാസൂര്യൻ നാട്ടിൽ, ഇങ്ങനെ ഒരുപാട് യാത്രാ വിവരണ കൃതികൾ എഴുതിയിട്ടുണ്ട്. രാജമല്ലി, അതുപോലെ പുള്ളിമാൻ, നിശാഗന്ധി, ഇതൊക്കെ അദ്ദേഹത്തിന്റെ കഥകളാണ്. കവിതാ സമാഹാരങ്ങൾ, പ്രേമശില്പി, സഞ്ചാരിയുടെ ഗീതങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരങ്ങളാണ്. അപ്പൊ നമ്മളുടെ ഈ ഒരു പാഠഭാഗം തുടങ്ങുന്നതിന് മുമ്പൊരു അനുബന്ധ വാക്യം അല്ലെ, ഒരു ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട ഒരു വാക്യം കൊടുത്തിട്ടുണ്ട്. യാത്രയിൽ കൊണ്ട വെയിൽ തിരികെ എത്തുമ്പോൾ തണലാകുന്നു എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു പ്രയോഗത്തിന്റെ അർത്ഥതലങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഒരു ചോദ്യം. നമ്മൾ അതുകൊണ്ട് യൂണിറ്റ് പഠിച്ചാൽ പോരെ, യൂണിറ്റിന്റെ അല്ലെ പ്രവേശകം വരും, പ്രവേശകത്തിന്റെ നിന്നും ചോദ്യങ്ങൾ ചോദിക്കും. അതുപോലെ ഇത്തരത്തിലുള്ള അനുബന്ധ വാക്യങ്ങൾ നമുക്ക് തരും, അതിൽ നിന്നും ചോദ്യങ്ങൾ വരാം അല്ലെ. അപ്പൊ ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ചോദ്യങ്ങളാണ്. അപ്പൊ വെറുതെ തന്നല്ല അത്. അപ്പൊ എന്താണ് അത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ യാത്രകളുടെ അനുഭവങ്ങൾ വളരെ തീക്ഷ്ണമായിരിക്കാം അല്ലെ, ഭീകരമായിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ യാത്രകൾ നമ്മളെ ബുദ്ധിമുട്ടിച്ചേക്കാം അല്ലെ, പല തടസ്സങ്ങൾ ഉണ്ടായേക്കാം അല്ലെ. അത്ര സുഖകരമായിട്ടുള്ള യാത്രയൊന്നും ആവണമെന്നില്ല, ക്ഷീണം ഉണ്ടാവും, ടയേർഡ് ആവും, പലതും ഉണ്ടാവും. പക്ഷെ ആ യാത്രകൾ നൽകുന്ന അനുഭവങ്ങളും തീക്ഷ്ണതയൊക്കെ പിന്നീട് എന്താണ് നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു, ഭയങ്കരമായിട്ടുള്ള അനുഭൂതികൾ, ഓർമ്മകൾ സമ്മാനിക്കുന്നു അല്ലെ, പലതരത്തിലുള്ള തിരിച്ചറിവുകൾ സമ്മാനിക്കുന്നു അല്ലെ. ഇപ്പൊ സുജാത ദേവിയുടെ കത്ത് വായിക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവുന്നു. അവര് ചെയ്ത സമയത്ത് അത് ഒരു ഹിമാലയൻ യാത്രയായിരുന്നു എന്നാണ് പറയുന്നത്. ഹിമാലയൻ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല അല്ലെ, അതൊരു ഭീകരമായ യാത്ര തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ആ അനുഭവങ്ങളൊക്കെ എന്ത് ചെയ്യാണ് അവർക്ക് പലതരത്തിലുള്ള അല്ലെ ആ ഒരു അവർ കടന്നുപോയ വഴികൾ പിന്നീട് അവർക്ക് എന്ത് ചെയ്യുന്നു, പലതരത്തിലുള്ള അനുഭവങ്ങൾ സമ്മാനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ശാന്തിനികേതനത്തിലേക്കുള്ള അറിവുകൾ തേടി എസ് കെ നടത്തിയ യാത്രയുടെ അനുഭവങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, അതുമായി ബന്ധപ്പെടുത്തി നമുക്ക് പരിചയപ്പെടാം അല്ലെ. അപ്പോൾ എന്താണ് നമ്മൾ എഴുതുക, നമ്മളുടെ യാത്രകൾ അല്ലെ, എല്ലാ കാലത്തും യാത്രകൾ ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം നമുക്ക്. പക്ഷെ യാത്രകൾ ചെയ്തു വരുന്ന സമയത്ത് അത് എന്ത് ചെയ്യുന്നു, നമുക്ക് മനോഹരമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും അല്ലെ. യാത്ര ചെയ്യുന്ന സമയത്തുള്ള വെയിൽ തിരിച്ചെത്തുമ്പോൾ നമുക്ക് തണലാവുന്നത് പോലെ എന്ന് സൂചിപ്പിക്കാം. അതുപോലെ ശാന്തിനികേതൻ 2023 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലൊക്കെ എന്താണ് സ്ഥാനം പിടിച്ചിട്ടുള്ളൊരു കൃതിയാണെന്ന് കൂടെ
ഓർക്കുക. അപ്പോൾ നമുക്ക് മറ്റ് പാഠഭാഗങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്, അല്ലെ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാത്ത പാഠങ്ങളുണ്ടോ, അതൊക്കെ എന്ത് ചെയ്യണം മക്കൾ കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോയിൽ ടീച്ചർ എന്ത് ചെയ്യാം ഡീറ്റെയിലായിട്ട് അതൊക്കെ പഠിപ്പിച്ചു തരാം കേട്ടോ. അപ്പോൾ അടിപൊളി വെച്ചിരിക്കുക, നന്നായിട്ട് പഠിക്കുക. ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക നിങ്ങൾ കേട്ടോ. അപ്പോൾ സൂപ്പറായിട്ടിരിക്കുക, അടിപൊളി വെച്ചിരിക്കുക. ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ.